അവതരിച്ച് നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ കവിതയും മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് നിറച്ച ശ്രീ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, നിയമപാലകരെ, അവർക്കും വിനീതമായ നമസ്കാരം. ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇന്ന് ഈ വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സാഹിത്യത്തിലേക്ക്, എഴുത്തിലേക്ക്, കവിതയിലേക്ക് വന്ന ഒരു കൂട്ടം സജ്ജനങ്ങൾക്കൊപ്പമാണ് ഇന്നത്തെ ഈ ഒരു ഞായറാഴ്ച എന്നുള്ള കാര്യം മനസ്സിന് വളരെയധികം സന്തോഷം തോന്നിപ്പിക്കുന്നു. കാരണം എഴുതിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. 2016 തുടങ്ങി 2025 വരെ 9 വർഷങ്ങൾ, 10 വർഷങ്ങൾ നീണ്ട ഈ ഒരു ജീവിതത്തിൽ കവിതകളിൽ തുടങ്ങി സാഹിത്യത്തിന്റെ പല മേഖലകളിലും സ്പർശിച്ച് ഇന്ന് സമൂഹത്തിന് മുൻപിൽ ആണിനും പെണ്ണിനും ഇടയിൽ എൻ്റെ സ്വന്തം സ്വത്വബോധത്തിൽ അഭിമാനത്തോടെ ജീവിക്കാൻ എനിക്ക് ശക്തിയും കരുത്തും പകർന്നത് കവിതകളായിരുന്നു. ഞാൻ ഈ 86 കവിതകളുടെയും PDF വാങ്ങി സാധാരണ ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് പോകുമ്പോൾ അവതാരിക വായിച്ചു പോകുന്ന പരിപാടി എനിക്കില്ല. ആകുന്നതും കവിതകളൊക്കെ വായിച്ചു നോക്കി അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ PDF വാങ്ങി കവിത വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങളും പേറി 86 ആളുകൾ ചരിത്രം സൃഷ്ടിക്കാൻ, ഒരു പുസ്തകം രചിക്കാൻ മുന്നോട്ട് വരിക, അവർക്ക് വേണ്ടി ഒരു പൊതു ഇടം ഒരുങ്ങുക, അതും സാഹിത്യ അക്കാദമി പോലെ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പുതുമയുടെയും ഒക്കെ പുതുക്കപ്പെടുന്ന ലോകത്തേക്ക് പുതിയ ആളുകളെ ക്ഷണിച്ച് അവരെ സാമൂഹിക ജീവികളാക്കി മാറ്റുന്ന ഒരിടത്ത് വെച്ചത് പ്രകാശനം ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒന്നാണ്. ഇന്ന് നമ്മളെല്ലാം കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ലിറ്റററി ഫോറംസ് ഉണ്ടാകുന്നു. പക്ഷെ അതെല്ലാം പല പല ആഗ്രഹത്തോടു കൂടി, പല അഭിനിവേശത്തോടു കൂടി, പല ഹിഡൻ അജണ്ടകളോട് കൂടി മുന്നോട്ട് പോകുമ്പോഴും സാഹിത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇടങ്ങൾ ചുരുങ്ങി പോവുകയാണ്. അത്തരമൊരു സന്ദർഭം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സത്യാനന്തര കാലഘട്ടത്തിലാണ് ഇതുപോലൊരു സംഘടന രൂപീകരിക്കുന്നത്. ഗുരുദക്ഷിണ എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തു വരുന്നത്. അതിന് സത്യം പറഞ്ഞാൽ സാഹിത്യത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജ്യേഷ്ഠ സഹോദരനായ കവി ചന്ദ്രശേഖരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കവിത വൃത്തത്തിൽ നിന്നും പ്രാസത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങി അതിന്റെ ആത്മാവിനെ തേടിയുള്ള പ്രയാണങ്ങളിലാണ്. അവിടെ